ഹല ഹല ലെറ്റ്സ് ഗോ ഗൈസ്. ഇന്നിപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ബൈക്ക് ട്രിപ്പ് വേണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ ഇന്ന് നേരെ വാഗമണ്ണ് പോയി ഉളുപ്പുണ്ണി കയറാൻ പോയി. ഉളുപ്പുണ്ണി ഈ വൈകി കയറുമെന്നറിയാൻ മേല, നമ്മൾ നോക്കാം. കയറിയില്ല നമ്മൾ കുത്തിക്കയറ്റി. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വെച്ച് നടന്നു കയറ്റും. എന്തായാലും കയറാതിരിക്കല. ഇത്തവണ സൂപ്പർവൈസറും നമ്മളിപ്പോൾ നേരത്തെ മൂന്നാർ പോയ ടീമുമായിട്ടാണ് പോകുന്നത്. അവന്മാർ മുട്ടത്ത് വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കണം. ഈ മുട്ടത്ത് പോയി ഒരുമിച്ച് അവിടെ നിന്ന് പോകാനാണ്. ഞാൻ 6:30 ഇറങ്ങാൻ അവന്മാരൊക്കെ പറഞ്ഞത്. ഇപ്പോൾ 7 മണി 7:10. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ എപ്പോഴും 5ാമത്തെ ഗിയർ കഴിഞ്ഞിട്ട് 6ാമത്തെ ഗിയറിന് വേണ്ടി ഞാൻ ക്ലച്ച് പിടിച്ചിടാൻ നോക്കും. പക്ഷെ 6ാമത്തെ ഗിയർ തന്നെ ഇല്ല, ശീലമായിപ്പോയി. സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് പേടി. അങ്ങനെ ആവശ്യമില്ലാണ്ടല്ല, റിസ്ക് പിടിച്ച് ഓട്ടയ്ക്കാറില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. തണ്ണീർമുക്കം പണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. അവന്മാര് എത്ര മണിക്ക്, ഞാൻ 8 മണിക്ക് മുട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇനി 3/4 മണിക്കൂറുണ്ട്. Let's go. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ല വിട്ട് നമ്മൾ പോകാൻ പോയി. വാ, ഇവിടുത്തെ ഈ വ്യൂ കാറ് കാരണം കാണാൻ പറ്റിയല്ല. ഷിറ്റ്, എനിക്ക് കാണാൻ പറ്റും, ക്യാമറ കാണാൻ പറ്റിയല്ല. ഡിസംബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല മഞ്ഞ്. അങ്ങോട്ടൊന്നും ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പാതിരാമണൽ കാണാൻ പറ്റും, കുഴപ്പമില്ല. എന്തൊരു മാറ്റം. മീനും വണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓടി പോയത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കിടിലന. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് ചൂണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ. ഈ കാറുകാരൻ ഇവിടെ വന്നായിരുന്നു. കൊള്ളാം, രാവിലെ ചൂണ്ടിടാൻ കാറേ വന്നിരിക്കും. ചൂണ്ടിടാൻ അറിയില്ല. ആറാമത്തെ കിട്ടണല്ലേ. അപ്പോൾ ഇവിടുത്തെ റോഡ് ഇതുവരെ റെഡിയാക്കാത്ത ഭയങ്കര റോഡ് ഈസ് വെരി ബാഡ്. 7 മണി കഴിഞ്ഞ് 7:30. ഇതുവരെ സൺറൈസ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു സൺറൈസ് കഴിഞ്ഞാണ്. ഈ മേഘമൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ടായിരിക്കും സൺറൈസ് കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പാടത്തൊന്നും സൂര്യൻ ഉദിച്ച് തന്നെ കാണായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട്. ഡിസംബറൊക്കെ അല്ല, അതുകൊണ്ടായിരിക്കും. ഈ ബസ്സാണ് ഈ ഒരു ജാഥ നയിക്കണത്. എന്ത് ചെയ്യാൻ?
ഉയ്യോ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓ ഈ ജാഥയുടെ പുറകെ പോകണമായിരിക്കും നല്ലത്. ഈ ജാഥ തീരാനായിട്ട് സമയമെടുക്കും. ഉള്ള വളവും ബുള്ളറ്റ് ചേട്ടൻ പോയി. ബുള്ളറ്റ് ചേട്ടായിക്ക് പേടിയൊന്നുമില്ല. കയറ്റാൻ പറ്റാവുന്നതാണ്, ആരും വേണ്ട. KSRTC ഒക്കെ ഓപ്പോസിറ്റ് വരുന്നത്. ഇങ്ങനെ നിരങ്ങി ഏത് കാലത്തെത്താനാണ്? അടിപൊളി. രാവിലെ എടുത്ത ആ വയലിൻ്റെ ഒരു ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടി. അടിപൊളി. ഇതാകുമ്പോൾ മറ്റവിടുത്തെ കുടമ്പളവ് വളക്കണ്ട. അയ്യോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. അതെ, പക്ഷെ റോഡ് ഉള്ളില ഇല്ലേക്കാ നമുക്ക് ഇങ്ങനെ തന്നെ സ്ഥിരം വന്നാൽ മതിയായിരുന്നു. റോഡ് കൊള്ളാത്തതിനാൽ നമ്മൾ ഇനി മേലെ ഈ വഴി വരികയില്ല, മെയിൻ റോഡ് വഴി തന്നെ വന്നാണ് സൗകര്യം. ഇങ്ങനെ പുള്ളി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങനെ പോവുകയാണ്. കറപ്പന്നി ഇവിടെയും ഉണ്ട്. ആവശ്യമില്ലാണ്ട് ഈ ഹമ്പൊക്കെ പണിത് ചെയ്യണം. എന്തിനാണ് വെറുതെ? എന്നാൽ പിന്നെ ഒരെണ്ണാക്കാനും പണിത് ഒരു നിരത്തി പണിത് വെച്ചിരിക്കും. അതിൻ്റെയൊക്കെ ഏട്ടായി ഞാനും കൂടി പോയി. രാവിലെ തണുപ്പായതുകൊണ്ട് നല്ല രസമുണ്ട്. ഇപ്പം ചൂടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിയർക്കാൻ തുടങ്ങിയത്. തണുപ്പായതിനാൽ കൊള്ളാം. അടുത്ത ഹമ്പ് ഇതൊക്കെ എന്തിനാണ് പോണത് വെച്ചിട്ടാണ് അതിൻ്റെയൊക്കെ തോന്നിയ. ഇതിന് ടാറ് മിച്ചം വന്നിട്ട് അവർ അടിച്ചു പിടിപ്പിച്ചാണെന്ന് അറിയാൻ പറ്റും. വെറുതെ അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി. ഹോളി ഷിറ്റ് രണ്ടായി. ഞാൻ അയ്യോ എൻ്റെ റോങ് സൈഡായിരുന്നു.
ഏറ്റുമാനൂർ തിരക്കുണ്ട്, അത്രയ്ക്ക് തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. ഏറ്റുമാനൂർ ഒരു തൊഴുതച്ചും പോകായിരുന്നു. പിന്നെ യദുവണ്ണനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണോണ്ട് നമുക്ക് എന്തായാലും ഏറ്റുമാനൂർ പിന്നെ തൊഴാം. അയ്യോ, ഇവിടെ അടുത്ത ഹമ്പ്. ഈ ഹമ്പ് മാറ്റി വെച്ചും വല്ല സിഗ്നലും വെച്ചാൽ പോരെ വെറുതെ. നമ്മളെപ്പോലെയുള്ള നോർമൽ ബൈക്കുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും ഇങ്ങനത്തെ ഹമ്പ് വെച്ച് കഴിഞ്ഞാൽ? ഇനി പാലം എത്ര മണിക്ക് എത്തുമെന്ന് അറിയാൻ മേല. ഇപ്പോൾ 7:52 അടുത്ത ഓം വണ്ടി മലക്കോണായിരിക്കും. സ്വാമി ശർമ്മ. മറ്റേ മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിച്ചില്ല. അതാ സൂര്യൻ. ഓനെ കർത്താവിത എഴുന്നള്ളുന്നു. മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിച്ചിരുന്ന ഒരു സന്തോഷമായിരുന്നു. ഇനി അവിടെയൊക്കെ മഴയായിരിക്കും. ഏയ്, മഞ്ഞായിരിക്കും. അപ്പം അതൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സമ്മതിക്കണം. ഇവരെ പൊട്ടെ ഓ രക്ഷപ്പെട്ടു. രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. സാധാരണ ഇതിനേക്കാളും നല്ല തിരക്കായിരിക്കും ഈ റോഡിലൊക്കെ. തിരക്ക് കുറവാണെന്ന് പറയുമ്പോൾ മറച്ച വണ്ടിയായില്ല. ചേട്ടായി ഞാൻ എനിക്ക് ഗിയറില്ല. പക്ഷെ ഇതിന് ഒരു ഗിയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും 5ാമത്തെ കഴിഞ്ഞിട്ട് 6ാമത്തെ ഇടാനായിട്ട് എനിക്കിങ്ങനെ ക്ലച്ച് ഇങ്ങനെ പിടിക്കും. എൻ്റെ അമ്മ ചെറുതായിട്ട് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പിൻ്റെ ആയിരിക്കുമോ? ഏയ് ഏട്ടായി കയറില്ലേ. ഏതോ വലിയ ജംഗ്ഷനാണെന്ന് തോന്നുന്നു, കട്ടച്ചറ. ഓ കേട്ടിട്ടുണ്ട്. ലോറിന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മറയാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ പോവാം. ലോറിനെ ഓവർടേക്ക് ചെയ്യണം നടക്കുന്ന കാര്യമല്ല. മറയാൻ വണ്ടി അതിനുണ്ടോ പോയി. ഓ ആംബുലൻസ്. ശബരിമല വണ്ടി പുറകെ തന്നെ പിടിച്ചിട്ടുണ്ട്. കള്ളപ്പന്നി അന്ന് നമ്മൾ പോയ വഴി ഇതാണ്. അന്നല്ല, ലാസ്റ്റ് വീഡിയോ ഇട്ടിരിക്കണത് ഇതിൻ്റെ ഇവിടുന്ന് കണ്ടാണ് തുടക്കം. ആ വീഡിയോ ഏതോ ഒരു വീഡിയോയിൽ ഈ സാധനം കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും ഇതുവഴിയാണ് പോണത്. അയ്യോ, ഇപ്പം ആ മരം കാണാനൊന്നും വഴിയില്ല. ഇഷ്ടം പോലെ വണ്ടി. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും വാഗമണ് ഇടിയായിരിക്കും. അവർക്കൊക്കെ വീട്ടിലിരിക്കാൻ പറ്റും. വെറുതെ മനുഷ്യരുടെ അടുത്ത്. അങ്ങനെ നമ്മൾ
പാല എത്തി. പാല പാല. പക്ഷേ ഇനി ഇവിടുന്ന് മാപ്പിടണം. എനിക്ക് വഴി അറിയാൻ മേല. മുട്ടത്തേക്ക് എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിൽ ഇത് നല്ല രസമായി റോഡ്. കയറാൻ അത്രയ്ക്ക് രസമില്ല, പക്ഷെ എന്നാലും കയറി കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ രക്ഷ അടിപൊളി. കണ്ടോ, അമേസിങ്. ഓ, ഇനി അങ്ങോട്ടും നമ്മൾ കയറണം. പിന്നെ ഇത് നേരെ കിടക്കണോണ്ട് വലിയ കുഴപ്പമില്ല. ആ ലോറിയുടെ പുറകെ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ലോറിയുടെ മുമ്പേ കയറണം എന്തായാലും. വല്ലാത്ത ഇനി അടുത്ത് ഇറക്കാം. ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മുട്ടത്തേക്ക് ഇതിടണം, മാപ്പിട്ടിട്ട് പോകാം. അതായിരിക്കും നല്ലത്. എനിക്കറിയാൻ മേല മുട്ടം എവിടെയാണ്. പാലാട്ടം, എറണാകുളം, വൈക്കം, ശബരിമല, കടപ്പാട്ടൂർ, അങ്ങ് നെല്ല്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നമ്മൾ അജ്മലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അജ്മലിനെ കിട്ടി. യദുവണ്ണൻ അവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നണം. ആ അതെ, അവിടെ നിൽക്കും. പോണ്ടേ വാ. ഇനി നമ്മൾ യദുവണ്ണനെ പിക്ക് ചെയ്യാനായിട്ട് പോയി. പിക്ക് ചെയ്യാനല്ല, യദുവണ്ണൻ വണ്ടിയിൽ അവിടെ വന്ന് നിൽപ്പുണ്ടാവും. നമ്മളവിടെ ചെന്ന് നോക്കിയാൽ മതി. മുട്ടം മുട്ടം മുട്ടം. ഇതിപ്പോൾ നമ്മൾ പാലേന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യദുവാണെന്ന് തോന്നുന്നു, വിളിക്കുന്നുണ്ട് മൊബൈലിൽ, പക്ഷെ എടുക്കാൻ പറ്റിയാണ്. അയ്യോ അതേ പോലീസ് പിടിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരും. ഓ കണ്ടില്ല, പോലീസ് പിടിക്കാൻ ഭാഗ്യം.